18 ദിവസം ഉപ്പുവെള്ളം മാത്രം കഴിച്ച് സ്വന്തം ശരീരത്തിലെ പേശികൾ നശിച്ച് മരണത്തോട്ട് മരുന്ന ഒരു 59 വയസ്സുകാരൻ. ഇതൊരു സമരമല്ല, ഇതൊരു അലാറമാണ്. ലഡാക്കിന് വേണ്ടിയല്ല, ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവിക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ മരണം വരിക്കാൻ തയ്യാറെടുക്കുന്നത്. ലഡാക്കിന്റെ ഐസ്തുകങ്ങൾ നിർമ്മിച്ചപ്പോൾ കൈയടിച്ച നമ്മൾ ഇന്ന് ഈ സമരപന്തലിലെ നിശബ്ദത കണ്ട് എന്തുകൊണ്ട് വീണ്ടുന്നില്ല? കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 60-ലധികം തവണ ചോദ്യപേപ്പർ ചോർന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ മണ്ണടിഞ്ഞു. പരീക്ഷയ്ക്ക് 5 മിനിറ്റ് വൈകിയാൽ പുറത്താക്കുന്ന ഈ സിസ്റ്റം പേപ്പർ ചോർന്നപ്പോൾ മൗനത്തിലൂടെ ആരെയാണ് സംരക്ഷിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദിത്വം, ഇത്രയേ ഉള്ളൂ വാങ്ചുങ്ങിന്റെ ആവശ്യം. ഇതിലെ സമരപന്തലിലെ റീൽസ് എടുക്കലും ക്രിക്കറ്റ് കളിയിൽ ശ്രദ്ധയപ്പെട്ട വാങ്ചുങ് ഇങ്ങനെ പറഞ്ഞു: ഇതൊരു പിക്നിക്കല്ല. പക്ഷെ ഈ കൂട്ടത്തിൽ സമരം ചെയ്യുന്ന കുട്ടികളുമുണ്ട്. ആ കുട്ടികളുടെ കണ്ണിലെ തീ നമ്മൾ കാണാതെ പോകരുത്. അത് ഇനിയും വൈകരുത്. അധികാരം മുകളിൽ ഇരിക്കുമ്പോൾ തെരുവിലെ ഈ നിശബ്ദത നമ്മുടെ മക്കളുടെ ഭാവി കൂടിയാണ് നശിപ്പിക്കുന്നത്. ജൂലൈ 20 പാർലമെന്റ് മാർച്ച് നടക്കാൻ പോകുന്നു. ചരിത്രം സാക്ഷിയാണ്. അധികാരത്തിലിരിക്കുന്നവർ കേൾക്കാതെ പോയപ്പോൾ തെരുവിലിറങ്ങിയ ജനക്കൂട്ടമാണ് പലപ്പോഴും ചരിത്രം തിരുത്തി എഴുതിയത്. ഈ സമരം അവസാനിക്കണമെങ്കിൽ സർക്കാർ സംസാരിക്കണം. അതിന് വാങ്ചുക്കിന് മുന്നിൽ ഒരു ജനക്കൂട്ടം വേണം. നമ്മൾ ഓരോരുത്തരും നൽകണം. സോനം വാങ്ചുങ്. ഈ മനുഷ്യൻ തോറ്റാൽ തോൽക്കുന്നത് ഒരു വ്യക്തിയല്ല, ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥികളുമാണ്. ഇനിയും മിണ്ടാതിരിക്കണോ, അതോ നമ്മുടെ ശബ്ദം ഉയർത്തണോ? നമ്മുടെ മക്കൾക്കായി നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്ദി. ഇത്രയും നേരം ഇന്ന് കേൾക്കുന്നത്